നമസ്തേ. സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം 9. മക്കളെ, ചതുർത്ഥം ഏകകം സഹൃദയത. 4ാമത്തെ ഏകകം സഹൃദയത, അതായത് നല്ല മനസ്സോടു കൂടിയിട്ടുള്ളത്. ആ നല്ല മനസ്സിൽ നിന്നാണ് എല്ലാ തരത്തിലുള്ള കൃതികളും നാടകങ്ങളും ലേഖനങ്ങളും പ്രഭാഷണങ്ങളും കവിതകളും എല്ലാം തന്നെ ആ നല്ല മനസ്സിൽ നിന്നാണ് വരിക. അതുകൊണ്ട് സഹൃദയത എന്ന് പറയാം. സാഹിത്യം ഭാഷാം പരിപോഷയതി. ലൗകിക വൈദിക വാങ്മയാത്മകം സംസ്കൃത സാഹിത്യം ഇതര സാഹിത്യാപേക്ഷയാ പ്രമുഖം ഭവതി. പൗരാണികാः ആധുനികാः च പണ്ഡിതാः സാഹിത്യസ്യ അസ്യ പ്രചാരകാः ഭവന്തി. ഏകകേസ്മിൻ പൂർവോക്തേഷു പണ്ഡിതേഷു അന്യതമസ്യ ജീവനചരിതമധികൃത്യ ഏകः പാഠः ചമ്പൂകാവ്യമധികൃത്യ കശ്ചന പാഠः ച വർത്തതെ. അത്രയും ഭാഗം നമുക്ക് നോക്കാം. സഹൃദയത. സാഹിത്യം ഭാഷാം പരിപോഷയതി. സാഹിത്യമാണ് ഭാഷയെ പരിപോഷിപ്പിക്കുന്നത്. ഒരു ഭാഷയിൽ പലതരത്തിലുള്ള കാവ്യങ്ങളും നാടകങ്ങളും ലേഖനങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ, പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള രചനകൾ ഉണ്ടാകുമ്പോൾ ആ ഭാഷയ്ക്ക് ഒരു വളർച്ച വരും. അപ്പോൾ സാഹിത്യമാണ് ഭാഷയെ പോഷിപ്പിക്കുന്നത്. ലൗകിക വൈദിക വാങ്മയാത്മകം സംസ്കൃത സാഹിത്യം. അപ്പോൾ ഈ സംസ്കൃത സാഹിത്യം 2 തരത്തിലുണ്ട്. ലൗകിക സാഹിത്യവും വൈദിക സാഹിത്യവും. ലൗകിക സാഹിത്യം എന്ന് പറഞ്ഞാൽ ഇന്ന് എഴുതപ്പെടുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ ലൗകിക സാഹിത്യത്തിലുള്ളതാണ്. വൈദിക സാഹിത്യം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ രചിക്കപ്പെട്ട കാലത്തുള്ള ആ വാങ്മയത്തെയാണ് വൈദിക വാങ്മയം എന്ന് പറയുന്നത്. കുറച്ച് വ്യത്യാസം രണ്ടും നോക്കുമ്പോൾ ഉണ്ട്. സംസ്കൃത സാഹിത്യം ഇതര സാഹിത്യാപേക്ഷയാ പ്രമുഖം ഭവതി. സംസ്കൃത സാഹിത്യം മറ്റ് സാഹിത്യത്തിൻ്റെ അത് വെച്ച് നോക്കുമ്പോൾ, തുലനം ചെയ്ത് നോക്കുമ്പോൾ പ്രമുഖമാണ്. പൗരാണികാः ആധുനികാः ച പണ്ഡിതാः. പൗരാണികരും ആധുനികരുമായ പഴമക്കാരും ഇന്നത്തെ ആളുകളുമായിട്ടുള്ള പണ്ഡിതന്മാർ സാഹിത്യസ്യ അസ്യ പ്രചാരകാः ഭവന്തി. ഈ സാഹിത്യസ്യ അസ്യ എന്ന് ചേർന്നപ്പോഴാണ് സാഹിത്യസ്യ അസ്യ എന്ന് വന്നത്. അതിൻ്റെ പ്രചാരകന്മാരാണ്. ഏകകേസ്മിൻ, ഈ ഏകകത്തിൽ, ഈ യൂണിറ്റിൽ ഏകകേ അസ്മിൻ ട്രാൻസ്ലേഷൻ വന്നു, അകാരം വെച്ച് പിരിച്ചപ്പോൾ. പൂർവോക്തേഷു പണ്ഡിതേഷു അന്യതമസ്യ, ഈ ഏകകത്തിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാരിൽ ഒരാളുടെ ജീവനചരിത്രത്തെക്കുറിച്ച് ഒരു പാഠമുണ്ട്. അതേപോലെ ചമ്പുകാവ്യത്തെക്കുറിച്ച് ഒരു പാഠവുമുണ്ട്. അപ്പം ഇതിൽ ചമ്പു എന്ന് പറഞ്ഞാൽ ഗദ്യം പാഠഭാഗമൊക്കെ ഉണ്ടല്ലോ, പദ്യം കവിത ഭാഗം ഉണ്ടല്ലോ, ആ ഗദ്യവും പദ്യവും കലർന്നിട്ട് എഴുതുന്ന കൃതിക്കാണ് ചമ്പു കൃതി എന്ന് പറയാം. അപ്പോൾ ഈ ചമ്പു കാവ്യവും ഇതിലൊരു പാഠമായിട്ട് ചേർത്തിട്ടുണ്ട്. നവമഃ പാഠഃ വാക്യകോവിദ. 9ാമത്തെ പാഠം വാക്യകോവിദ. ഇത് വാക്കുകൾ പ്രയോഗിക്കുന്നതിൽ വളരെയധികം സാമർഥ്യമുള്ള ആൾ, നല്ല പണ്ഡിതൻ എന്നർത്ഥം. നല്ല എന്താ പറയുക, നല്ല വാഗ്ധോരണി ഉള്ള ആൾ. മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദഃ പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുദേവഃ കുമാരനാശാൻ PC ദേവസ്യ ഫാദർ ജോൺ കുന്നപ്പള്ളി IC ചാക്കോ ഇത്യാദീനാം സംസ്കൃത പണ്ഡിതാനാം ചിത്രാണി പ്രദർശ്യ സംസ്കൃതസാഹിത്യേ തേഷാം യോഗദാനമധികൃത്യ ചർച്ചയതി. പല മഹാന്മാരുടെയും ഫോട്ടോകൾ ശേഖരിക്കുക, അവരുടെ സംസ്കൃതത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ എന്താ പറയുക യോഗദാനങ്ങൾ, അവരുടേതായിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് ചർച്ച ചെയ്യുക. ആരൊക്കെയാണ്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, അദ്ദേഹമാണല്ലോ നാരായണീയം എഴുതിയത്. നാരായണീയം എന്ന് പറഞ്ഞാൽ നാരായണൻ്റെ കൃതിയാണ്. ഭഗവാൻ നാരായണൻ്റെ
കൃതിയാണ് നാരായണീയം. പിന്നെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എഴുതിയതുകൊണ്ടും നാരായണീയമാണ്. അപ്പോൾ 2 തരത്തിലും ഇത് നാരായണീയം എന്ന പേര് ഉചിതമാണെന്ന് പറയുന്നുണ്ടല്ലോ. പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ, അദ്ദേഹം വളരെ മുൻപ് ജീവിച്ച് മരിച്ചുപോയ രസശരീരനാണ്. അദ്ദേഹം തന്നെ സമീപിക്കുന്ന ഏതൊരാൾക്കും സംസ്കൃതം പറഞ്ഞു കൊടുക്കാനും അവരെ ആ സംസ്കൃതത്തിൽ നല്ല പ്രാവീണ്യമുള്ളവരാക്കി തീർക്കാനും ഒക്കെ തന്നെ നല്ല മനസ്സുള്ള ഒരു മഹാനായിരുന്നു പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ. അദ്ദേഹം പല കലാലയങ്ങളും എല്ലാം തന്നെ സംസ്കൃതത്തിന് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമി, നാരായണ ഗുരുദേവ, കുമാരനാശാൻ, PC ദേവസ്യ, ഫാദർ ജോൺ കുന്നപ്പള്ളി, IC ചാക്കോ, ഇവരുടെയൊക്കെ ഫോട്ടോ ശേഖരിക്കുക. അവരുടെയൊക്കെ യോഗദാനങ്ങളെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുന്ന മാതിരി മലയാളത്തിൽ എഴുതി വയ്ക്കുക. കുമാരനാശാനാണല്ലോ വീണപൂവിൻ്റെ കർത്താവ് അല്ലേ? പിന്നെ കുമാരനാശാൻ്റെ വീണപൂവ്, ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി. ഈ ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷുകിയൊക്കെ അക്കാലത്ത് നടമാടിയിരുന്ന അനാചാരങ്ങളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനോ ആ അനാചാരങ്ങളിൽ നിന്ന് അവർ വ്യതിചലിക്കാനോ അല്ലെങ്കിൽ മാറിപ്പോകാനും ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാനും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളെ കൊണ്ട് വളരെയധികം ജനങ്ങൾക്ക് പ്രചോദകമായിട്ടുണ്ട്. പിന്നെ സംസ്കൃത പണ്ഡിതാനം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് അവരുടെ യോഗദാനം അധികൃത്യ ചർച്ച ചെയ്തു. അടുത്തത് ആമുഖം. ഭാരതദേശേ അനേകേഷാം മനീഷിനാം ജന്മദേശോ ഭവതി. ഭാരതദേശः അനേകേഷാം മനീഷിനാം ജന്മദേശः ഭവതി. ते अस्माकं कलां संस्कृतिं च देशविदेशेषु च प्रचलितवन्तः. अस्मादेव कारणात् पाश्चात्याः जिज्ञासया अस्मान् सम्पश्यन्ति. अतो भारतस्य प्रतिष्ठे द्वे संस्कृतं संस्कृतिस्तथा इति वचनं प्रसिद्धं भवति. स्वजीवने विविधान् क्लेशान् अनुभूयापि बहवः महात्मानः विजयसोपानानि आरूढाः. ते एव आदर्शपुरुषाः चिरस्मरणीयाश्च. तेषां जीवनम् अस्माकं प्रचोदकमपि भवति. ഭാരതദേശः അനേകേഷാം മനീഷിനാം ജന്മദേശः ഭവതി. ഭാരതത്തിൽ അനേകം മനീഷികൾ, ബുദ്ധിമാന്മാർ, പണ്ഡിതന്മാർക്ക് ജന്മം കൊടുത്തിട്ടുള്ള നാടാണ്, പുണ്യഭൂമിയാണ്. തേ അസ്മാകം കലാം സംസ്കൃതിം ച, അവരുടെ കലയും സംസ്കാരവും ദേശവിദേശേഷു ച പ്രചരിതവന്തः, അവർ ഈ ഭൂമിയിൽ എല്ലായിടത്തും അവരുടെ കലകളും സംസ്കാരവും പ്രചരിപ്പിച്ചു. അസ്മാദേവ കാരണാത്, അതുകൊണ്ട് പാശ്ചാത്യ ജിജ്ഞാസയ അസ്മാൻ പശ്യന്തി, വളരെ ജിജ്ഞാസയോട് കൂടിയിട്ട്, വളരെ സ്നേഹത്തോട് കൂടിയിട്ട്, വളരെ അറിയാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് നമ്മളെ നോക്കുന്നു. അതः ഭാരതസ്യ പ്രതിഷ്ഠയെ, ഭാരതത്തിൻ്റെ നിലനിൽപ്പ് 2 കാര്യത്തിലാണ് ഭാരതം നിലനിൽക്കുന്നത്. അത് ഒന്ന് സംസ്കൃതം, മറ്റേത് സംസ്കൃതി. അങ്ങനെ ഭാരതസ്യ പ്രതിഷ്ഠേ ദ്വേ സംസ്കൃതം സംസ്കൃതിസ്തഥാ ഇതി വചനം പ്രസിദ്ധം ഭവതി. ഭാരതത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സംസ്കൃതത്തിലും സംസ്കൃതിയിലുമാണെന്ന് ഒരു വചനം പ്രസിദ്ധമാണ്. സ്വജീവനെ വിവിധാൻ ക്ലേശാൻ അനുഭൂയാപി, സ്വന്തം ജീവിതം സുഖപൂർണ്ണമാക്കിയിട്ടൊന്നുമല്ല അവർ ജീവിക്കുന്നത്. വിവിധാൻ ക്ലേശാൻ അനുഭൂയാപി, പലതരം ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടും. ബഹവഹ മഹാത്മാനഃ, അനേകം മഹാത്മാക്കൾ വിജയസോപാനാനി ആരൂഢ, വിജയസോപാനത്തിൽ കയറിയിട്ടുണ്ട്, വിജയികളായിട്ടുണ്ട്. തേവ ആദർശപുരുഷ, അവർ നമ്മുടെ ആദർശ പുരുഷന്മാരാണ്, മാതൃകാ പുരുഷന്മാരാണ്. അവർ ചിരസ്മരണീയാശ്ച, അവരെന്നെന്നും നമ്മൾ ഓർക്കപ്പെടേണ്ട മഹത് വ്യക്തിത്വങ്ങളാണ്. തേഷാം ജീവനം അസ്മാകം പ്രചോദകമഭിഭവതി, അവരുടെ ജീവിതം നമുക്ക് പ്രചോദകങ്ങളാണ്. സാനുജഹ കശ്ചന ബാലഹ, അനുജനോടുകൂടി ഒരു കുട്ടി കാത്തു നിൽക്കുകയാണ്, ഒരു ജ്യേഷ്ഠൻ കാത്തു നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? വായിക്കട്ടെ. സാനുജഹ കശ്ചന ബാലഹ ശ്രീകണ്ഠേശ്വര ക്ഷേത്രാത് പിത്രാ ആനീയമാനം അന്നം പ്രതീക്ഷ്യ തിഷ്ഠതി. ജീവനെ ബഹൂൻ ക്ലേശാൻ അനുഭൂയ സഹ സംസ്കൃതഭാഷാമധീതേ. കാലാന്തരെ സംസ്കൃതഭാഷായാः വിവിധാനി സോപാനാനി ആരുഹ്യ മഹോന്നതം രാഷ്ട്രപതി പുരസ്കാരം പ്രാപ്നോതി. ശിഷ്യപ്രശിഷ്യ പരമ്പരയാ കേരളം സംസ്കൃതഭാഷാം പ്രചാരയതി. സാനുജഹ ബാലഹ, അനുജനോടുകൂടി ഒരു ബാലൻ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് പിത്രാ അനീയമാനം, അച്ഛൻ കൊണ്ടുവരുന്ന മന്ദിരത്തിലെ അന്നം, ക്ഷേത്രത്തിലെ ഭക്ഷണം,
പ്രതീക്ഷ തിഷ്ഠതി, അത് കൊണ്ടുവന്നിട്ട് വേണം വിശപ്പടക്കാൻ എന്ന് കരുതി കാത്തു നിൽക്കുകയാണ്. അനിയനും കൊടുക്കണം, തനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അനിയന് കൊടുക്കണമല്ലോ. ജീവനെ ബഹൂൻ ക്ലേശാൻ അനുഭൂയ, തൻ്റെ ജീവിതത്തിൽ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ചിട്ട് സഹ സംസ്കൃത ഭാഷ മധീതെ, സംസ്കൃത ഭാഷ പഠിച്ചു. കാലാന്തരെ, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സംസ്കൃത ഭാഷായ വിവിധാനി സോപാനാനി ആരുഹ്യ, സംസ്കൃത ഭാഷയിലെ വിവിധ സോപാനങ്ങൾ, പടവുകൾ, വിവിധങ്ങളായ ശ്രേണികൾ കയറി അദ്ദേഹം മഹോന്നതം രാഷ്ട്രപതി പുരസ്കാരം പ്രാപ്നോതി, അദ്ദേഹത്തിന് രാഷ്ട്രപതി പുരസ്കാരം ലഭിച്ചു. ശിഷ്യ പ്രശിഷ്യ പരമ്പരയാ, ശിഷ്യനും ആ ശിഷ്യന്മാരുടെ ശിഷ്യനും ആ പരമ്പരയിൽ ആ കേരളം സംസ്കൃത ഭാഷ പ്രചാരയതി, അവരുടെ ശിഷ്യന്മാർ എല്ലാവരും കൂടി നമ്മുടെ കേരളം മുഴുവൻ സംസ്കൃത ഭാഷ പ്രചരിപ്പിച്ചു. ആർ വാസുദേവൻ പോറ്റി മഹോദയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സംസ്കൃത പണ്ഡിതേഷു അഗ്രഗണ്യ ആസീത്. അയം മഹാത്മാ നവവിംശത്യധിക നവദശശതതമേ വർഷേ ജനുവരി മാസസ്യ അഷ്ടാവിംശതിതമേ ദിനാങ്കേ കർണാടകരാജ്യസ്യ മംഗലാപുരസമീപസ്ഥേ കോക്കട്ടഗ്രാമേ ജന്മ പ്രാപ്തവാൻ. അസ്യ മാതാ കാവേരി അമ്മാൾ പിതാ വി രാമൻ പോറ്റി മഹാശയശ്ച ആസീത്. ജന്മനായം കർണാടകീയശ്ചേതി അസ്യ പ്രവൃത്തിമണ്ഡലം കേരളരാജ്യം ആസീത്. ആർ വാസുദേവൻ പോറ്റി മഹോദയൻ എന്ന മഹാനെ പറ്റി പഠിക്കുന്നു. അദ്ദേഹം സംസ്കൃത പണ്ഡിതന്മാരിൽ അഗ്രഗണ്യ ആസീത്, അഗ്രഗണ്യനായിരുന്നു. അസ്ഥി എന്ന ക്രിയയുടെ ഭൂതകാലാണ്, ലങ്ങാണ് ആസീത്. അയം മഹാത്മാ, ഈ മഹാത്മാവ് 1909 ആണ്ടിൽ ജനുവരി മാസസ്യ അഷ്ടാവിംശതിതമേ ദിനെ, ജനുവരി 28-ാം തീയതി കർണാടക രാജ്യത്തിലെ മംഗലാപുര സമീപത്തിലുള്ള കോക്കട്ട ഗ്രാമേ ജന്മപ്രാപ്തവാൻ, അവിടെയാണ് ജന്മം ലഭിച്ചത്. അസ്യ മാതാ കാവേരി അമ്മാൾ, അമ്മ കാവേരി അമ്മാളും പിതാ വി രാമൻ പോറ്റി മഹാശയശ്ച, രാമൻ പോറ്റി എന്ന പേരോടുകൂടിയ ആളായിരുന്നു അച്ഛൻ. ജന്മസ്ഥാനം ജന്മനായം കർണാടകീയശ്ചേതി, അദ്ദേഹം കർണാടകത്തിൽ ജനിച്ച ആളാണെങ്കിലും അസ്യ പ്രവൃത്തിമണ്ഡലം, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിമണ്ഡലം, അദ്ദേഹം പ്രവർത്തിച്ചത് കേരള രാജ്യത്തിൽ ആയിരുന്നു, കേരള രാജ്യം ആസീത്. അയം 1942 വർഷേ, 1942 വർഷേ തിരുവനന്തപുര നഗരത്തിൽ വർത്തമാനായാഹ ഉള്ളതായ സംസ്കൃത പാഠശാലായാഹ ശാസ്ത്രി പരീക്ഷ ഉത്തീർണവാൻ, തിരുവനന്തപുരത്തെ സംസ്കൃത പാഠശാലയിലെ ശാസ്ത്രി പരീക്ഷ ജയിച്ചു. യദ്യഭ്യാസ്യ അനേകേ ഗുരവഹ, അദ്ദേഹത്തിന് ധാരാളം വായിക്കട്ടെ. സംസ്കൃത പാഠശാലായാഹ ശാസ്ത്രി പരീക്ഷ ഉത്തീർണവാൻ യദ്യഭ്യാസ്യ അനേകേ ഗുരവഹ ആസൻ തഥാപി എസ് ഹരിഹര ശാസ്ത്രി മഹോദയ പ്രധാനോ ഗുരുരാസീത്. അയം ബഹുകാലം യാവത് തിരുവനന്തപുരസ്ഥേ സംസ്കൃത മഹാവിദ്യാലയെ ആചാര്യത്വേന കർമാകരോത്. അസോ കേരള സർവകാലസ്യ സർവവിജ്ഞാനകോശനിർമ്മാണേ കർമ്മകൃതവാൻ. മഹാഭാഗായം വ്യാകരണേ ന്യായേ വേദാന്തേ സാഹിത്യേ ച അനേകാൻ ഗ്രന്ഥാൻ വിരചയത്. തഥാപി അസ്യ ലഘുസിദ്ധാന്തകൗമുദ്യാഃ ബാലഹിതൈഷിണീതി മലയാള വ്യാഖ്യ അത്യന്തം പ്രസിദ്ധ ഭവതി. സംസ്കൃതഭാഷായാമസ്യ യോഗദാനം പുരസ്കൃത്യ ഭാരത സർവകാരः രാഷ്ട്രപതി പുരസ്കാരമപ്യസ്മൈ അയച്ചത്. 1921 വർഷേ മെയ് മാസസ്യ 2 ദിനാങ്കേ അയം മനീഷി കാലയവനികാം പ്രാവിശത്. ആദ്യം മുതൽ നോക്കട്ടെ. അദ്ദേഹം 1942 വർഷേ 1942 ആണ്ടിൽ തിരുവനന്തപുരം നഗരത്തിൽ വർത്തമാനായാഹ അവിടെയുള്ളതായ സംസ്കൃത പാഠശാലയിൽ നിന്ന് ശാസ്ത്രി പരീക്ഷ ഉത്തീർണവാൻ, ശാസ്ത്രി പരീക്ഷ ജയിച്ചു. യദ്യപി അസ്യ അനേകേ ഗുരവഹ, യദ്യപി തഥാപി എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്.
എങ്കിലും എന്നാണ് അർത്ഥം. യദ്യപി ആദ്യം വയ്ക്കും, കാര്യം പറഞ്ഞതിന് ശേഷം തഥാപി എന്നും വയ്ക്കും. യദ്യപി അസ്യ അനേകേ ഗുരവഃ ആസൻ തഥാപി, അനേകം ഗുരുനാഥന്മാരുണ്ടായിരുന്നെങ്കിലും യം ഹരിഹരശാസ്ത്രി മഹോദയ, ഹരിഹരശാസ്ത്രി എന്ന മഹാത്മാവാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഗുരുരാസീത്, അദ്ദേഹത്തിൻ്റെ പ്രധാന ഗുരുവായിരുന്നു. അയം ബഹുകാലം, അദ്ദേഹം വളരെയധികം കാലം, യാവത് തിരുവനന്തപുരസ്ഥേ സംസ്കൃത മഹാവിദ്യാലയെ, തിരുവനന്തപുരത്തിലുള്ള സംസ്കൃത മഹാവിദ്യാലയത്തിൽ ആചാര്യത്വേന കർമാകരോത്, ആചാര്യനായി അധ്യാപകനായി കർമ്മം ചെയ്തു. അസോ കേരള സർവകാരസ്യ സർവവിജ്ഞാനകോശ നിർമ്മാണേ, കേരള ഗവൺമെൻറ്റിൻ്റെ സർവവിജ്ഞാനകോശ നിർമ്മാണത്തിൽ അദ്ദേഹം വളരെയധികം പ്രയത്നിച്ചു. മഹാഭാഗായം വ്യാകരണേ ന്യായേ വേദാന്തേ സാഹിത്യെ, വ്യാകരണത്തിലും ന്യായത്തിലും വേദാന്തത്തിലും സാഹിത്യത്തിലും അനേകാൻ ഗ്രന്ഥാൻ വിരചയെ, ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചു. തഥാപി തഥാ അപി, എങ്കിലും അസ്യ ലഘു സിദ്ധാന്ത കൗമുദ്യ, ലഘു സിദ്ധാന്ത കൗമുദി എന്ന് പറയുന്നത് നമ്മളെ ഈ ഇതില്ലേ പാണിനീയത്തിൻ്റെ ചെറിയ ഒരു പകർപ്പാണ് ലഘു സിദ്ധാന്ത കൗമുദി. ആ ലഘു സിദ്ധാന്ത കൗമുദിക്ക് മലയാളത്തിൽ ഒരു ബാലഹിതൈഷിണി എന്ന ഒരു മലയാള വ്യാഖ്യാനം അദ്ദേഹം ചെയ്തു. ഇത് വളരെയധികം പ്രസിദ്ധമാണ്. ബാലഹിതൈഷിണി, ലഘു സിദ്ധാന്ത കൗമുദിക്ക് അദ്ദേഹം നൽകിയ മലയാള വ്യാഖ്യാനമാണ് ബാലഹിതൈഷിണി. അത് പ്രസിദ്ധമാണ്. സംസ്കൃത ഭാഷായാമസ്യ യോഗദാനം പുരസ്കൃത്യ, സംസ്കൃത ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിധേയത്വം, അദ്ദേഹം നൽകിയ സംഭാവനകൾ പുരസ്കരിച്ചിട്ട് ഭാരത സർവകാര രാഷ്ട്രപതി പുരസ്കാരം അസ്മൈ അയച്ചത്, രാഷ്ട്രപതി പുരസ്കാരം അദ്ദേഹത്തിന് വേണ്ടി നൽകി അയച്ചത്, യച്ഛതി എന്ന ക്രിയയുടെ ലങ്. ഏകവിംശത്യധിക-ദ്വിസഹസ്രതമേ വർഷേ, 2021 വർഷത്തിൽ മെയ് മാസസ്യ ദ്വിതീയ ദിനാങ്കേ, മെയ് 2-ാം തീയതി അയം മനീഷി കാലയവനികാം പ്രാവശ്യത്, അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. പദച്ഛേദം. ജന്മനായം ജന്മനാ അയം, കർണാടകീയശ്ചേദപി കർണാടകീയഃ ചേത് അപി, മഹാഭാഗോയം മഹാഭാഗഃ അയം, രാഷ്ട്രപതി പുരസ്കാരമപ്യസ്മൈ, രാഷ്ട്രപതി പുരസ്കാരം അപി അസ്മൈ, അഗ്രഗണ്യാസീത് അഗ്രഗണ്യഃ അധികം ആസീത്, വിഗ്രഹം. ജിജ്ഞാസയാ ജ്ഞാതുമിച്ഛ ജിജ്ഞാസ തയാ ജിജ്ഞാസയാ, വിജയസോപാനാനി വിജയസ്യ സോപാനാനി വിജയസോപാനാനി, സാനുജഃ അനുജേന സഹ വർത്തതേ ഇതി സാനുജഃ, ആ കേരളം കേരളേഭ്യഃ, ആ കേരളം മുഴുവൻ. പാഠഭാഗം സസ്വരം വാചയതു, വളരെ നന്നായി വായിക്കുക. സംഘശഃ അവതാരയതു, ഒന്നിച്ച് കാര്യങ്ങൾ വായിക്കുക. അക്ഷരസ്ഫുടത, ആശയാവബോധം, ഉചിതഭാവം എന്നിവ എപ്പോഴും കൈക്കൊള്ളണം. അധോദത്തേഷു മഹാത്മസു കസ്യാപ്യേകസ്യ ജീവചരിത്രം രൂപരേഖായാ ലിഖതു, ഇതിൽ താഴെ പറഞ്ഞിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒരു മഹാത്മാവിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് കുറച്ച് രൂപരേഖ നൽകുക, കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതുക. മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദഃ, അദ്ദേഹമാണ് നാരായണീയത്തിൻ്റെ കർത്താവ്. പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ, സംസ്കൃതത്തിന് വേണ്ടിയിട്ട് വളരെയധികം യത്നിച്ച ഒരു ആചാര്യവര്യനാണ് പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ. ചട്ടമ്പിസ്വാമി, ശ്രീനാരായണ ഗുരുദേവ, കുമാരനാശാൻ, PC ദേവസ്യ, ഫാദർ ജോൺ കുന്നപ്പള്ളി, IC ചാക്കോ, ഇവരെയൊക്കെ നമുക്ക് അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് ശേഖരിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. ഉചിത ആശയ ഉചിത ഭാഷ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവരുടെ പേര്, നാമ, ജനനം എവിടെ, ജനനം എന്ന്, ജന്മസ്ഥലം എവിടെ, മാതാവ് ആര്, പിതാവ് ആര്, യോഗദാനം, അവരുടെ സംഭാവനകൾ എന്തെല്ലാം, എന്നാണ് അവർ സ്വർഗം പ്രാപിച്ചത്, മരിച്ചു പോയത്, അങ്ങനെയുള്ള കാര്യം മാത്രം എഴുതിയാൽ മതി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കത് മലയാളത്തിൽ ശേഖരിച്ചിട്ട് സംസ്കൃതത്തിലേക്ക് ആക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. സൂചനാനുസാരം ചർച്ചാം കൃത്വം മഹത്വമധികൃത്യ ടിപ്പണി ലിഖതു, സൂചന പോലെ മഹാത്മാക്കളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് അവരെക്കുറിച്ച് ഒരു ടിപ്പണി എഴുതുക.
തേ കഥം മഹാവ്യക്തയ ജാതഃ എന്തിൻ്റെ പേരിലാണ് അവർ മഹാവ്യക്തികളായത്? തേഷാം കർമ്മമണ്ഡലം കിം അവരുടെ കർമ്മമണ്ഡലം പ്രവൃത്തിമണ്ഡലം എന്തായിരുന്നു? തേഷാം യോഗദാനം കിം അവരുടെ സംഭാവന എന്തായിരുന്നു? തേഷാം ജീവനാത് ഭവദ്ഭിः കിം അവഗതം അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്തു മനസ്സിലാക്കി? വർഷാണി അക്ഷരൈഹി ലിഖതു യഥാ 2023 അപ്പോൾ ത്രയഃ വിംശതി 20 100 സ്ഥാനത്ത് 0 1000ൻ്റെ സ്ഥാനത്ത് 2 അപ്പോൾ 2023 ത്രയോവിംശത്യധിക ദ്വിസഹസ്രം. അടുത്തത് ദ്വിചത്വാരിംശോത്തര നവശതാധികസഹസ്രം ഏകവിംശത്യധിക ദ്വിസഹസ്രം. അപ്പോൾ അതും കഴിഞ്ഞു. സൂചനാനുസാരം വാക്യാനി പരിവർത്തയതു. ജയേഷः ഇദാനീം കൊൽക്കത്ത നഗരെ വസതി ജയേഷ് ഇപ്പോൾ കൊൽക്കത്തയിലാണ്. ജയേഷः ഗതവർഷേ ചെന്നൈ നഗരെ അവസത് അപ്പോൾ വസതി എന്ന ക്രിയയുടെ ലങ് മാറ്റി എഴുതി. ഗതവർഷേ കഴിഞ്ഞ വർഷം. അദ്യ രമേശः റോട്ടികാം ഖാദതി ഇന്ന് രമേശ് റൊട്ടി കഴിച്ചു. ഹ്യः രമേശः അപൂപം അഖാദത്. റസിയ അദ്യ ഗണിതം ലിഖതി റസിയ പരഹിഹ പരഹിഹ ആണെങ്കിലും ഭൂതകാലത്തിൽ എഴുതിയാൽ മതി. പരഹിഹ ഗണിതം അലിഖത്. കോഷ്ടകാത് ഉചിതം പദം സ്വീകൃത്യ കഥാം പരിവർത്തയതു. അവിടെ ആഗതവാൻ ധാവിതവാൻ ഗതവാൻ. അപ്പോൾ നമ്മൾ അവിടെ ലങ്ങിൻ്റെ രൂപത്തിൽ ഈ ആഗതവാൻ ധാവിതവാൻ ഗതവാൻ എന്നൊക്കെ തവന്തങ്ങളായ പ്രത്യയങ്ങളാണ്, തവന്തങ്ങളായ വാക്കുകളാണ്. അപ്പോൾ നമ്മളത് ലങ്ങിൻ്റെ സ്ഥാനത്ത് ആ വാക്കാണ്ട് വെച്ചാൽ മതി. കശ്ചന ബാലകഃ ഗൃഹം അഗച്ഛത് എന്നാണ്. അപ്പോൾ ഗതവാൻ. തഥാ ഏകഃ ശുനകഃ അനേന മാർഗേണ ആഗച്ഛത് എന്നാണ്. അപ്പോൾ ആഗതവാൻ. ശുനകാത് ഭീതഃ സഹ ബാലകഃ അധാവത് ധാവിതവാൻ. സഹ സുരക്ഷോ ഭൂത്വ ഗൃഹം പ്രാപ്തവാൻ അപ്രാപത്. അടുത്തത് ശബ്ദകോശം. അഗ്രഗണ്യഃ പ്രഥമഗണനീയഃ ഒന്നാമതായി ഗണിക്കപ്പെടേണ്ട ആള്. അയം ഏഷഃ ഇവൻ ഇദ്ദേഹം. ആ കേരളം കേരളേഷു സർവത്ര. കർണാടകീയഃ കർണാടകദേശസ്ഥഃ. വ്യരജയത് രചയാമാസ രചിച്ചു. സാനുജഃ അനുജേന സഹിതഃ. അടുത്തത് പാഠഭാഗം സത്വരം. അപഠത് മഹാത്മനാം ജീവചരിത്രം അലിഖത്. മഹാത്മന മഹത്വം അധികൃത്യ ടിപ്പണിം അലിഖത്. വർഷാണി അക്ഷരൈഹി അലിഖത്. ലങ്ങി രൂപാണി ഉപയുജ്യ വാക്യാനി അലിഖത്. തവതു പ്രത്യയം നേരത്തെ ഗതവാൻ എന്ന് പറഞ്ഞല്ല, തവതു പ്രത്യയമാണ്. തവതു പ്രത്യയാന്താനി പദാനി ഉപയുജ്യ വാക്യാനി അലിഖത്. ഇനി ഇവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടഃ, കുഞ്ചൻ നമ്പ്യാർ ഇവരെ പറ്റിയിട്ട് ഇതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി വെക്കണം. മേൽപ്പത്തൂർ നാരായണ ഭട്ടഃ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് നാരായണീയത്തിൻ്റെ കർത്താവ്. അദ്ദേഹം നാരായണൻ്റെ മഹത്വങ്ങളും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതിയത് കൊണ്ടാണ് ആ കൃതിക്ക് നാരായണീയം എന്ന പേര് കിട്ടിയത്. പിന്നെ നാരായണനും എഴുതി. നാരായണൻ എഴുതിയതുകൊണ്ടും നാരായണനെക്കുറിച്ച് എഴുതിയതുകൊണ്ടും നാരായണീയം എന്ന പേര് കിട്ടി. പിന്നെ കുറേ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ മലയാളത്തിൽ ശേഖരിക്കാം. കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. തുള്ളൽ കൃതികളൊക്കെ മലയാളത്തിൽ ധാരാളമുണ്ട്. വായിച്ച് അതിൻ്റെ രസാസ്വാദനം നിങ്ങൾ ചെയ്യണം. പിന്നെ കുഞ്ചൻ നമ്പ്യാർ ആ കാലത്തുള്ള രാജാവിൻ്റെ ദുഷ്പ്രവൃത്തികളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ സരസമായിട്ട് ഏത് സഭയിലും പറയാൻ അദ്ദേഹത്തിന് വളരെയധികം ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പല നല്ല നല്ല ശൈലികളോടെയാണ് അദ്ദേഹം കാര്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ ഒരു ഹാസ്യകവിയാണ്, തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചും എഴുതാൻ പറ്റും. ഇനി നമ്മളിവിടെ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യണം? ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗം ഒന്ന് വായിച്ചേ പറ്റുള്ളൂ. അത് വായിക്കാം.
വേഗം വായിക്കൂട്ടാ. നോക്കാം. നവമഹാപാഠഃ വാക്യകോവിദഃ. മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദഃ, പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ, ചട്ടമ്പി സ്വാമി, ശ്രീ നാരായണ ഗുരുദേവഃ, കുമാരനാശാൻ, പി.സി. ദേവസ്യ, ഫാദർ ജോൺ കുന്നപ്പള്ളി, ഐ.സി. ചാക്കോ ഇത്യാദീനാം സംസ്കൃതപണ്ഡിതാനാം ചിത്രാണി പ്രദർശ്യ സംസ്കൃതസാഹിത്യേ തേഷാം യോഗ്ദാനം അധികൃത്യ ചർച്ചയിതോ. അവരുടെയൊക്കെ ഛായാചിത്രം ശേഖരിക്കുക, അവർ സംസ്കൃതത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുക. അങ്ങനെ അവരെ വളരെ ഭക്ത്യാദരപൂർവ്വം നമ്മൾ ഓർക്കുക. ആമുഖം. ഭാരതദേശഃ അനേകേഷാം മനീഷിണാം ജന്മദേശഃ ഭവതി. അനേകം മനീഷികൾക്ക് ജന്മം നൽകിയ നാടാണ്. തേ അസ്മാകം കലാം സംസ്കൃതിം ച ദേശേ വിദേശേഷു ച പ്രചാരിതവന്തഃ. നമ്മുടെ കലകളെ എല്ലാ സ്ഥലത്തും ദേശങ്ങളിലും വിദേശങ്ങളിലും പ്രചരിപ്പിച്ചു. അസ്മാദേവ, ആ കാരണം കൊണ്ട് തന്നെ പാശ്ചാത്യഃ ജിജ്ഞാസയാ അസ്മാൻ സംപശ്യന്തി. നമ്മളോട് വളരെയധികം സ്നേഹത്തോടു കൂടിയിട്ട് പാശ്ചാത്യരെ നോക്കുന്നു. അവർക്ക് ജിജ്ഞാസാപൂർവം അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി നമ്മളെ നോക്കുന്നു. അതഃ ഭാരതസ്യ പ്രതിഷ്ഠേ, ഭാരതത്തിൻ്റെ പ്രതിഷ്ഠ ദ്വേ, രണ്ട് കാര്യത്തിലാണ്. സംസ്കൃതം സംസ്കൃതിസ്തഥ, സംസ്കൃതത്തിലും സംസ്കൃതിയിലുമാണ് ഭാരതത്തിൻ്റെ പ്രതിഷ്ഠ. ഇതി വചനം പ്രസിദ്ധം ഭവതി, എന്ന വചനം പ്രസിദ്ധമാണ്. സ്വജീവനെ, സ്വന്തം ജീവിതത്തിൽ വിവിധാൻ ക്ലേശാൻ അനുഭൂയാഭി, അനേകം ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടും ബഹവഹ മഹാത്മാനഃ, അനേകം മഹാത്മാക്കൾ വിജയസോപാനാനി ആരൂഢഃ, വിജയസോപാനങ്ങളിൽ കയറി. തേ ഏവ ആദർശ പുരുഷഃ, അവർ നമ്മുടെ മാതൃകാ പുരുഷന്മാരാണ്. അവർ ചിരസ്മരണീയാഃ ച, നമ്മളെന്നും ഓർക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണ്. തേഷാം ജീവനമസ്മാകം പ്രചോദകം അഭിഭവതി, അവരുടെ ജീവിതം നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദകം ആയിത്തീരട്ടെ. സാനുജഃ കശ്ചന ബാലഃ ശ്രീകണ്ഠേശ്വര ക്ഷേത്രാത് പിത്ര ആനീയമാനം മന്ദിരാന്യം അന്നം പ്രതീക്ഷ്യ തിഷ്ഠതി. ഒരു ഏട്ടനും അനിയനും അച്ഛൻ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം കാത്ത് വീട്ടിൽ പ്രതീക്ഷ്യ ലബന്ധവ്യം നിൽക്കുകയാണ്. ജീവനെ ബഹുവൻ ക്ലേശാൻ, അപ്പോൾ തന്നെ നമുക്ക് ജീവിതത്തിലെ ക്ലേശങ്ങൾ എന്തൊക്കെയാണെന്ന് ഊഹിക്കാം. ജീവിതത്തിൽ ബഹുവൻ ക്ലേശാൻ അനുഭൂയ ലബന്ധവ്യം സഹ സംസ്കൃത ഭാഷാമധീതേ, അങ്ങനെ സംസ്കൃതം പഠിച്ചു. കാലാന്തരെ സംസ്കൃത ഭാഷായ വിവിധാനി സോപാനാനി ആരുഹ്യ, അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ സംസ്കൃത ഭാഷയുടെ വിവിധങ്ങളായ സോപാനങ്ങൾ കയറിയിട്ട്, പടവുകൾ കയറിയിട്ട് മഹോന്നതൻ രാഷ്ട്രപതി പുരസ്കാരം പ്രാപ്നോതി, ഏറ്റവും ഉന്നതമായ രാഷ്ട്രപതി പുരസ്കാരം നേടി. ശിഷ്യ പ്രശിഷ്യ പരമ്പരയ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, അവരുടെ ശിഷ്യന്മാർ, അങ്ങനെ കേരളം മുഴുവൻ സംസ്കൃത ഭാഷ പ്രചരിപ്പിച്ചു. ആർ വാസുദേവൻ പോറ്റി മഹോദയ സംസ്കൃത പണ്ഡിതേഷു അഗ്രഗണ്യഃ ആസീത്, അദ്ദേഹം സംസ്കൃത പണ്ഡിതന്മാരിൽ അഗ്രഗണ്യനായിരുന്നു. അയം മഹാത്മാ, ഈ മഹാത്മാവ് നവശതാധിക സഹസ്രതമേ, 1929 വർഷത്തിൽ ജനുവരി മാസത്തിൽ അഷ്ടവിംശതിതമേ ദിനാങ്കേ, 28-ാം തീയതി കർണാടക രാജ്യസ്യ മംഗലാപുര സമീപസ്ഥേ, കർണാടകത്തിലെ മംഗലാപുരത്തിന് സമീപമുള്ള കോക്കട ഗ്രാമേ ജന്മപ്രാപ്തവാൻ, അവിടെയാണ് ജന്മം ലഭിച്ചത്. അസ്യ മാതാ കാവേരി അമ്മാൾ, പിതാ വി രാമൻ പോറ്റി മഹാശയഃ ച ആസീത്, അമ്മ കാവേരി അമ്മാളും പിതാവ് രാമൻ പോറ്റി മഹാശയനുമായിരുന്നു. ജന്മനായം കർണാടകീയഃ, അദ്ദേഹം കർണാടകത്തിൽ ജനിച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മണ്ഡലം കേരള രാജ്യം ആസീത്, കേരളത്തിലായിരുന്നു. അയം 1940 സഹസ്രതമേ വർഷേ, 1942 വർഷത്തിൽ തിരുവനന്തപുരം നഗരെ വർത്തമാനായ തിരുവനന്തപുരത്തുള്ള സംസ്കൃത പാഠശാലയിൽ നിന്ന് ശാസ്ത്രി പരീക്ഷ ഉത്തീർണവാൻ, ശാസ്ത്രി പരീക്ഷ ജയിച്ചു. യദ്യപ്യസ്യ അനേകേ ഗുരവഃ, അനേകം ഗുരുക്കന്മാരുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഗുരു എം ഹരിഹരശാസ്ത്രി മഹോദയനായിരുന്നു പ്രധാന ഗുരു ആസീത്. അയം ബഹുകാലം യാവത് തിരുവനന്തപുരസ്ഥേ, അദ്ദേഹം വളരെ കാലം തിരുവനന്തപുരത്തിലുള്ള സംസ്കൃത മഹാവിദ്യാലയത്തിൽ ആചാര്യനായി കർമ്മം ചെയ്തു. സോ കേരള സർവകാരസ്യ സർവവിജ്ഞാനകോശ നിർമ്മാണി കർമ്മ കൃതവാൻ, കേരള ഗവൺമെൻറ്റിൻ്റെ സർവവിജ്ഞാനകോശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും യത്നിച്ചു. മഹാഭാഗഃ അയം വ്യാകരണേ ന്യായേ വേദാന്തേ സാഹിത്യേ ച അനേകാൻ ഗ്രന്ഥാൻ വിരചയത്, അദ്ദേഹം പല തലങ്ങളിൽ
വ്യാകരണം, ന്യായം, വേദാന്തം, സാഹിത്യം ഇവയിലെല്ലാം തന്നെ ഗ്രന്ഥങ്ങൾ രചിച്ചു. തഥാഭ്യാസ്യ ലഘു സിദ്ധാന്ത കൗമുദ്യ ബാലഹിതൈഷിണി മലയാള വ്യാഖ്യ അത്യന്തം പ്രസിദ്ധ ഭവതി. ലഘു സിദ്ധാന്ത കൗമുദിയുടെ ബാലഹിതൈഷിണി എന്ന മലയാള വ്യാഖ്യാനം വളരെ പ്രസിദ്ധമാണ്. സംസ്കൃത ഭാഷായാമസ്യ യോഗദാനം പുരസ്കൃത്യ, സംസ്കൃത ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന പുരസ്കരിച്ചിട്ട് ഭാരത സർവകാരഃ, ഭാരത ഗവൺമെൻറ് രാഷ്ട്രപതി പുരസ്കാരം അഭി അസ്മൈ അയച്ച് അദ്ദേഹത്തിന് രാഷ്ട്രപതിയിൽ നിന്ന് സമ്മാനം നേടാനുള്ള ഭാഗ്യമുണ്ടായി. ഏകവിംശത്യധികദ്വിസഹസ്രതമേ വർഷേ 2021 വർഷത്തിൽ മെയ് മാസസ്യ ദ്വിതീയദിനാങ്കെ മെയ് 2-ാം തീയതി അയം മനീഷി കാലയവനികാം പ്രാവിശത്, അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു, കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ഇനി ഈ പാഠത്തിലുള്ള എല്ലാ കാര്യവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഓരോരോ മഹാന്മാരെ പറ്റിയിട്ട് അവരുടെ ഏറ്റവും ചെറിയ രീതിയിൽ അവരുടെ ജീവചരിത്രം നമ്മൾ പോയിൻ്റ് ആയിട്ട് ഒന്ന് എഴുതി വയ്ക്കുക. അങ്ങനെ ആയാൽ അത് കുറേ കാലം കഴിഞ്ഞാൽ വിസ്തരിച്ചിട്ട് നമുക്ക് അത് എഴുതാൻ പറ്റും. ഇവരെയൊക്കെ കുറിച്ച് നമുക്ക് വായിക്കാനുള്ളൊരു താല്പര്യം മനസ്സിലുണ്ടാകും. അപ്പം നമുക്കിപ്പോൾ ഇവിടെ ഈ പാഠം അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. വിജയാശംസകൾ. നമസ്തേ.